തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ ടിക്കറ്റ് കൗണ്ടറിൽ പണം ഇടപാടിന് UPI സേവനം മാത്രമാക്കി റെയിൽവേ. ഡിജിറ്റൽ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് പുതിയ നീക്കം. നിലവിൽ റെയിൽവേയുടെ കൗണ്ടറുകളിൽ പണം സ്വീകരിക്കുന്നില്ല. എന്നാൽ ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകളിൽ പണം സ്വീകരിക്കുന്നുമുണ്ട്. റെയിൽവേയുടെ പുതിയ മാറ്റം തിരക്കിട്ട യാത്രകളിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുമുണ്ട്. പരമാവധി പണമിടപാടുകൾ കുറച്ചുകൊണ്ട് ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് യാത്രക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന നീക്കവുമായാണ് റെയിൽവേയുടെ പുതിയ മാറ്റം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലാണ് ടിക്കറ്റ് കൗണ്ടറുകളിൽ പൂർണ്ണമായും ഡിജിറ്റൽ പേയ്മെന്റിലേക്ക് മാറിയിരിക്കുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ജനറൽ ടിക്കറ്റ് കൗണ്ടറുകളിൽ പണം സ്വീകരിക്കില്ല എന്ന് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പകരം കൗണ്ടർ സമീപം തന്നെയുള്ള ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകളിൽ പണം സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഇത് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ എങ്ങുമില്ല. തിരക്ക് കൂടുതലായിട്ടുള്ള സമയങ്ങളിൽ ഈ മാറ്റം യാത്രക്കാരെ കുഴക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോഴും ഡിജിറ്റൽ രീതികളിലേക്ക് മാറാത്ത ഒരു വിഭാഗം ജനങ്ങളെ അടക്കം പെട്ടെന്നുള്ള ഈ മാറ്റം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നാണ് പ്രധാന ആക്ഷേപം. കൃത്യമായ അറിയിപ്പുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ കൗണ്ടറുകളിൽ പണം സ്വീകരിക്കില്ല എന്നത് അറിയാതെ ക്യൂ നിൽക്കുന്നവരും അനവധിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് ഒറ്റപ്പാലം ചുരങ്ങാട് റോഡിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. നെല്ലിക്കുറിച്ചി മുളഞ്ഞൂർ സ്വദേശി വന്ദനയാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. മുരുക്കുംപറ്റ ഭാഗത്ത് നിന്ന് വരികയായിരുന്ന സ്കൂട്ടറിനെ അതേ ദിശയിൽ നിന്ന് വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ലോറി തലയ്ക്ക് മുകളിലൂടെ കയറിയിറങ്ങിയായിരുന്നു മരണം. ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ ലോറിയിൽ നിന്ന് ഇറങ്ങിയോടി സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് അജാനൂർ കടപ്പുറത്ത് മത്സ്യബന്ധനത്തിന് പോയ തോണി അപകടത്തിൽപ്പെട്ട് 3 പേർക്ക് പരിക്കേറ്റു. കുലവൻ എന്ന തോണിയാണ് ആഴക്കടലിൽ അപകടത്തിൽപ്പെട്ടത്. ജിനീഷ്, രാമകൃഷ്ണൻ, ബാബു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തോണിയും യന്ത്രവും ഉൾപ്പെടെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മറ്റൊരു ബോട്ടിൽ എത്തിയ മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ രക്ഷപ്പെടുത്തി കരയിൽ എത്തിച്ചത്. 2 മണിക്കൂറിൽ അധികം ഇവർക്ക് കടലിൽ കഴിയേണ്ടി വന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെങ്കിലും ഇവർ രക്ഷപ്പെടുത്താൻ തയ്യാറായില്ല എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ അറ്റാദായത്തിൽ 9.6% വർധന. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള 2ാം പാദത്തിലെ അറ്റാദായത്തിൽ ആണ് വർധനവ് രേഖപ്പെടുത്തിയത്. 18,165 കോടി രൂപയാണ് 2ാം പാദത്തിലെ അറ്റാദായം. ഗ്രൂപ്പിന് കീഴിലുള്ള ഉപഭോക്തൃ ബിസിനസ്സുകൾ മികച്ച പ്രകടനം നടത്തിയതും ഓയിൽ ടു കെമിക്കൽ യൂണിറ്റ് ആഗോള പ്രതിസന്ധികളെ മറികടന്ന് മുന്നേറിയതുമാണ് തുണയായത്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ഹോസ്റ്റൽ സംവിധാനവും ക്ലാസ് മുറികളും ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സമരത്തിന് ഐക്യദാർഢ്യവുമായി രക്ഷകർത്താക്കളും പങ്കെടുത്തു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചിട്ട് 2 വർഷം പിന്നിടുന്നു. എന്നിട്ടും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. തുടർന്നാണ് ഇന്ന് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. 2 വർഷമായിട്ടും ഹോസ്റ്റൽ സൗകര്യമോ വേണ്ടത്ര അധ്യാപകരോ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അംഗീകാരമോ ലഭിച്ചിട്ടില്ല. പലതവണ ഇക്കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പരാതി. ഇന്നിവിടെ കേരളത്തിലെ നാനാമൂലകളിൽ നിന്ന് തങ്ങളുടെ കുട്ടികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ സംരക്ഷിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ സമര നടപടികളിലേക്ക് ഏറെ സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യുന്നു. ഓരോ മീറ്റിംഗിലും ഞങ്ങളോട് പറയുന്നു ഇന്ന് ശരിയാക്കി തരാം, നാളെ ശരിയാക്കി തരാമെന്നല്ലാണ്ട് ഇതുവരെ ഒരു തീരുമാനം മന്ത്രിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആരുടെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാള് ഈ നഴ്സിംഗ് പിള്ളേരെ ഒരു 2ാം തരം പിള്ളേരായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒഴിവാക്കി ഞങ്ങൾക്ക് പൈനാവിൽ തരാമെന്ന് പറഞ്ഞ ഹോസ്റ്റൽ അത് ഏകദേശം ഒരു 39ഓളം റൂമുകൾ 6-7 സ്റ്റാഫുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ആ ഹോസ്റ്റലിൽ വിട്ടുതരാനും ആൺകുട്ടികൾക്ക് F ടൈപ്പ് ക്വാർട്ടേഴ്സുകൾ അനുവദിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിയേക്കുന്നത്. സമരത്തിന് വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾ